ആരെങ്കിലും സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചില്ല രാജസ്ഥാൻ ഹൈദരാബാദിനെ പൊട്ടിക്കുന്നു. ഓടിച്ചു. ഹൈദരാബാദിനെ കണ്ടം വഴി ഓടിച്ചു. യജാതിക്കളി. ഒരൊറ്റ പേര് വൈഭവ് സൂര്യവംശി. കാണുമ്പോ പഞ്ചപാവം ലഡ്ഡു പോലെയുള്ള ഒരു ക്യൂട്ട് ചെറുക്കൻ, നിഷ്കളങ്കനായ ചെറുക്കൻ. ചെറുക്കന്റെ പണി ഇസ് ടു കിൽ ബൗളേഴ്സിനെ കൊല്ലുക. അപ്പൊ അവൻ ബീസ്റ്റ് മോഡിലാണ്. പാറ്റ് കമ്മിൻസ് ഇന്ത്യൻ ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാത്തിന്റെ അടുത്തും പോയി ഡൊമസ്റ്റിക് ലീഗ് കളിക്കുക, പോയി ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കുക വേണ്ടി ഇറക്കി വിട്ട ചങ്ങായിയാണ് കമ്മിൻസ്. ഒരു തുള്ളി റെസ്പെക്ട് ഇല്ലാതെ അറഞ്ചം പറഞ്ചോണ് ആ ചെക്കനിട്ട് അടിച്ചത്. സോ പാറ്റ് കമ്മിൻസിന്റെ ഫീൽഡ് സെറ്റപ്പ് അത്യാവശ്യം നൈസ് ആയിരുന്നു, കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു, യുണീക്ക് ആയിരുന്നു. കാരണം സൂര്യവംശി ഔട്ടായി കഴിഞ്ഞാൽ രാജസ്ഥാന്റെ ഗ്യാസ് പോയി. അതിനാ ബോൾ ഗ്രൗണ്ടിന്റെ ഉള്ളിൽ വീണാലല്ലേ നിങ്ങൾക്ക് പോയി പിടിക്കാൻ പറ്റുള്ളൂ. ഇത് ഗ്രൗണ്ടിന്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ആളെ വെച്ചിണ്ടാ. എല്ലാത്തിനും ഇട്ട് അറഞ്ചം പറഞ്ചം തൂക്കി. കമന്റേറ്റർ ഒക്കെ പറയുന്നുണ്ടായിരുന്നു എന്താണ് ബേബി യൂണിവേഴ്സൽ ബോസ്. ഒരു അത്ഭുതവും ഇല്ല. നമ്മൾ ബേബി ABD എന്നൊക്കെ പറയുന്ന പോലെ ക്രിസ് ഗെയിലിന്റെ ഒരു ജൂനിയർ വേർഷനാണ് വൈഭവ് സൂര്യവംശി. രാജസ്ഥാൻ ഇത്രയും കാലമായിട്ട് IPL തുടങ്ങിയിട്ട് ചെയ്ത ഏറ്റവും കിടുവായിട്ടുള്ള കാര്യം ഈ ചെറുക്കനെ സ്കൗട്ട് ചെയ്തു. വേറെ ഒരു ടീമിനും തോന്നിയില്ലല്ലോ. കിട്ടിയത് ബോണസ് ആണ്. ബോണസ് പറഞ്ഞ ബമ്പർ സാധനം. സോ ഈ ചെറുക്കനെ ടീമിൽ ഉള്ളിടത്തോളം കാലം ഓപ്പണിംഗ് സൈഡ് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും പൊട്ടത്തരൊക്കെ കാണിച്ചിട്ട് എന്നാ സൂര്യവംശി നീ പൊക്കോ, ഞങ്ങൾ വേറെ ആരെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലോക ബ്ലണ്ടർ ആയിരിക്കും. അത് ഒരിക്കലും രാജസ്ഥാൻ ചെയ്യില്ല എന്ന് വിചാരിക്കുക. 1000 കോടി തരാ പറഞ്ഞാലും ഈ ചെറുക്കനെ കൊടുക്കരുത്. തങ്കക്കൊടമാണ്. ആ പവർ പ്ലേ ഇവര് തൂക്കിയപ്പോ തന്നെ എനിക്ക് ഏകദേശം ഉറപ്പായിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഭയങ്കര ബാറ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിക്കറ്റാണ്. നമ്മൾ നോക്കുമ്പോ ഇന്നലത്തെ പോലെ തന്നെ സൺറൈസേഴ്സിന് ടോസ് കിട്ടി, സെക്കൻഡ് ഹാഫിൽ ഡൂ വരും, സെക്കൻഡ് ഹാഫിൽ ട്വിസ്റ്റ് ഉണ്ടാവും പറഞ്ഞിട്ട് ഇവര് ബൗളിംഗ് എടുത്തു സൺറൈസേഴ്സ്. ജയസ്വാളൊക്കെ അവിടെ മുട്ടി മുക്ക് നിൽക്കുമ്പോ ചെറുക്കന്റെ താണ്ഡവായിരുന്നു. സകലമാന ബൗളേഴ്സിനും കിട്ടിയിട്ടുണ്ട്. സോ യൂഷ്വലി ഇവരുടെ സ്ലോ ബോൾസ് ഒക്കെ അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റേ ഇഷാൻ മലിംഗേടി, മറ്റേ ഷാക്കിബ് ഹുസൈന്റെ ഒക്കെ ആക്കാത്തിനും കൊടുത്തു. ആൻഡ് ദിസ് ഗായ് ഡെഫിനറ്റ്ലി ഡിസേർവ്ഡ് ആ സെഞ്ചുറി മിസ്സായപ്പോ ഭയങ്കര സങ്കടമായി. അജാതി പെട്ട കളിയാണ് ചെറുക്കൻ കളിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെ പോലെ ഫുള്ള് മസിൽ ചെയ്ത് കളിക്കല്ല. ചിലവര് വിൻഡ് മില്ല് പോലെയാണ്, ഫുൾ കറക്കല് മാത്രമേ ഉള്ളൂ. തട്ടിക്കഴിഞ്ഞാൽ 6 ഇല്ലെങ്കിൽ ഔട്ട്. ഈ ചെറുക്കൻ സ്ലോ ബോൾസ് പിക്ക് ചെയ്യും, ബൗൺസേഴ്സ് പിക്ക് ചെയ്യും, നല്ല നല്ല ബോൾസിനെ ചിലപ്പോൾ ഡിഫെൻഡ് ചെയ്തിടും. എന്നാ കൊടുക്കേണ്ട ബോൾസിനൊക്കെ ഇട്ട് പൂശും. കിടു മുതല്. ചെന്നൈ സൂപ്പർ കിങ്സ് ഏതൊക്കെയൊക്കെ അലവലാദികളെ പലതവണ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ മുതലിനൊക്കെ ഒന്ന് എടുക്കായിരുന്നു. ബിഗ് അസറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. വേർഡ്സ് ആർന്റ് ഇനഫ്. വൈഭവ് സൂര്യവംശിയെ പറ്റി പറയാൻ വാക്കുകൾ പോരാ. നമ്മുടെ എല്ലാ ഡിക്ഷണറിത്തെ വാക്കുകൾ പോരാ. അജാതി ക്യൂട്ട് സ്വീറ്റ് ഫേസിൽ ഒരു ബീസ്റ്റ്. എന്നാൽ ബോളിംഗിലോട്ട് വരുമ്പോ വൈഭവ് സൂര്യവംശിയെ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് കളിച്ച ആളാണ് ആർച്ചർ. സോ ആർച്ചർ ചിലപ്പോൾ 4 ഓവർ 60 കൊടുത്തിട്ടുണ്ടെങ്കിലും ഹി ഈസ് ഓൾസോ എ ബീസ്റ്റ്. കാരണം ആർച്ചർ എടുത്ത 3 വിക്കറ്റ് സൺറൈസേഴ്സിന്റെ നട്ടെല്ലാണ്. ആ മറ്റൊരു ബാറ്റിംഗ് ഓർഡർ. അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ഇഷാൻ കിഷൻ, ക്ലാസൻ. ആ 4 എണ്ണത്തിൽ 3 എണ്ണത്തിന് അണ്ണം പൂശി പറഞ്ഞാൽ പൂശി. അഭിഷേക് ശർമ്മ ആദ്യത്തെ ബോൾ ഔട്ട് ആവേണ്ടതാണ്, പക്ഷെ എന്തോ ലക്ക് ഉണ്ടായിരുന്നു. സെക്കൻഡ് ബോൾ അഭിഷേക് ശർമ്മ പോയി. അഭിഷേക് ശർമ്മ പോയപ്പോ തന്നെ ഏകദേശം അവരുടെ കാര്യം ഒരു തീരുമാനമായതാണ്. പിന്നെ ഹെഡ് എങ്ങനെയൊക്കെ തട്ടിമുട്ടി അടിക്കാനൊക്കെ നോക്കിയിട്ടായിരുന്നു. ഇഷാൻ കിഷൻ വന്നിട്ട് ഒരു സംഹാര താണ്ഡവമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ലൈക്ക് വൈഭവ് സൂര്യവംശി ചെയ്ത പോലെ കുറെ അടി അടിച്ചു ആർച്ചറിനെ. എന്നാൽ ആർച്ചർ തൂക്കി. ആർച്ചർ ചെക്കനെയും തൂക്കി, ട്രാവിസ് ഹെഡിന്റെ കുറ്റിയും തൂക്കി. അടിപൊളി കേട്ടോ. ആർച്ചറിനെ ഇപ്പൊ നമ്മള് മുമ്പൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആള് വെറുതെ അടി കൊടുക്കലാണ്. ശരിക്കും പേസ് യൂട്ടിലൈസ് ചെയ്യും, വിക്കറ്റ്സ് എടുക്കും. എപ്പോഴൊക്കെ ഒരു ബ്രേക്ക് ത്രൂ ആണോ ആർച്ചറിനെ കൊണ്ടുവരും. അതാണ് ഇപ്പൊ രാജസ്ഥാൻ റോയൽസ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ടീം കോർഡിനേഷൻ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോ GT അറഞ്ചം പുറഞ്ഞും എടുത്തു കൊടുക്കും ചിലപ്പോ ഇവര്. പറയാൻ പറ്റില്ല. വി ഡോണ്ട് നോ ബിക്കോസ് ഇറ്റ്സ് ക്രിക്കറ്റ്. സോ ആർച്ചറിന്റെ ബോളിംഗ് കാണാൻ തന്നെ എന്തൊരു രസമാണ്. ആളുടെ ആ മറ്റൊരു ആക്ഷനും ആ റണ്ണപ്പും 150 കിലോമീറ്റർ പെർ അവറിൽ എറിയുന്ന ഡെലിവറീസ്, ബൗൺസേഴ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബോളറാണ് ആർച്ചർ. ആൻഡ് കാവ്യ മാറൻ, നമ്മുടെ സൺറൈസേഴ്സിന്റെ മലയാളി, അവിടെ ഇരുന്ന് ആക്ഷൻ ഒക്കെ കാണിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു.
എന്ന് വന്ന് 2 6 അടിക്കായിരുന്നില്ലേ, ടീമിനെ ജയിപ്പിക്കായിരുന്നില്ലേ? 150 കിലോമീറ്ററിൽ വരുന്ന ബോളാണ് അവന്മാരെ ഫേസ് ചെയ്യുന്നത്. അവിടെ ഇരുന്ന് കൊഞ്ഞനും കുത്താനും എല്ലാവർക്കും പറ്റും. എന്തൊക്കെയായിരുന്നു പട്ടിഷോ, അൺസഹിക്കബിൾ പട്ടിഷോ ആയിരുന്നു കാവ്യമാരന്റെ വകയും അതേപോലെ ഇഷാൻ കിഷന്റെ വകയും. നിനക്കിപ്പോ വിസിലടിക്കണ്ടാ? എന്താ നിനക്ക് വിസിലടി മതിയാ? അണ്ണാക്കി കിട്ടിയില്ലേ, ഇനി മൂടിയിട്ട് പൊക്കോ. അവൻ വന്നിട്ട് ഇപ്പൊ നമ്മൾ കാണിക്കും അങ്ങനെ. എന്തൊക്കെ ആയിരുന്നു. കാവ്യമാരന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ സ്വന്തം ടീം ബാറ്റ് ചെയ്ത് വിക്കറ്റ് പോയി കഴിഞ്ഞാൽ ആ ചേച്ചിക്ക് പുച്ഛമാണ്. അപ്പുറത്തെ ടീം ബോൾ ചെയ്ത് വിക്കറ്റ് എടുത്താലും പുച്ഛമാണ്, 6 അടിച്ചാലും പുച്ഛമാണ്. പ്രീതി സിന്ധി ഒക്കെ കണ്ട് പടി. പഞ്ചാബ് എവിടെ എത്തിയിട്ടില്ല. സ്റ്റിൽ പഞ്ചാബിന് ഫാൻസ് ഉണ്ടെങ്കിൽ, പഞ്ചാബിനോട് ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിന്റെ മെയിൻ റീസൺ പ്രീതി സിന്ധ്യയുടെ പെരുമാറ്റം. ഇജാതി കോമാളിത്തരം ഡോഗ് ഷോ ഒന്നും അല്ല പ്രീതി സിന്ധ്യ കാണിക്കുക. സോ ക്ലാസിന്റെ വിക്കറ്റും കൂടി പോയി കഴിഞ്ഞപ്പം ഏകദേശം ഉറപ്പായിട്ടുണ്ടായിരുന്നു, അതായത് ഇവരുടെ അധപ്പതനമായി. ആൻഡ് ഐ വാസ് വെരി ഹാപ്പി. രാജസ്ഥാൻ ആ ഒരു മൊമെന്റം മെയിൻറ്റെയിൻ ചെയ്യാൻ രാജസ്ഥാന് പറ്റി. അതായത് ജയ്സ്വാൾ ഔട്ടായി. ജയ്സ്വാൾ അല്ല, മറ്റേ സൂര്യവംശി ഔട്ടായി. ജയ്സ്വാളൊക്കെ 100 സ്ട്രൈക്ക് റേറ്റിലാണ് കളിച്ചിട്ടുണ്ടായി. 29 ബോൾ 29 റൺ. എന്നാൽ ആ സമയത്ത് ധ്രുവ് ജുറേൽ വന്നു. ധ്രുവ് ജുറേൽ വന്നിട്ട് ആ മൊമെന്റം ക്യാരി ചെയ്യാൻ ആളെ കൊണ്ട് പറ്റി. ഹി സ്കോർഡ് എ 50, ദാറ്റ് ടു എ വെരി ക്വിക്ക് 50. ധ്രുവ് ജുറേൽ ഫോം ആണെങ്കിൽ ആളുടെ ഷോട്ട്സ് ഒക്കെ കാണാൻ നല്ല രസമാണ്. സ്റ്റാൻസ് തന്നെ നല്ല രസം കാണാൻ. ഞാൻ നോക്കുമ്പോൾ 15 ഓവറിലും ഇവർ ഏകദേശം 200-ലെത്തി. ഇതാണ് ഒരു ടീമിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പോണതിന്റെ ഇടയ്ക്ക് മറ്റേ ടീമിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്ലോ അങ്ങോട്ട് പോകും. എനിക്ക് കാവ്യമാരനെ ഇഷ്ടേ അല്ല, സീരിയസ്ലി പറയുന്നു. ആ പെണ്ണുമ്പിള്ളയാണ് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബഡ്ജറ്റ് ഇങ്ങനെ കൊണ്ടേ കൊളാക്കിയത്. ഈ പെണ്ണുമ്പിള്ള എടുക്കില്ല പ്ലേയേഴ്സിനെ. ഈ ലേലം വിളിച്ച് ബാക്കിയുള്ളവനെ കൊണ്ട് തൊലയ്ക്കും. എനിക്ക് അതിന് ഇഷ്ടമല്ല. ഇവരൊരു പ്ലെയറിനെ എടുത്തിട്ടുണ്ടായിരുന്നു, ലിവിങ്സ്റ്റൺ. രാജസ്ഥാന്റെ ബാറ്റിങ്ങിനെ പറ്റി പറയാം ഒരു മിനിറ്റ്. എത്രയാണ് 10-13 കോടി കൊടുത്തിട്ടെടുത്ത്. എത്ര കളിയാ അവനെ ഇറക്കിയത്? 2 കളിയാ, 1 കളിയാ? ഇതിനാണ് വെച്ച് നമുക്ക് തന്നൂടെ, നമ്മൾ ഇറക്കില്ലേ, നമുക്ക് ഫിനിഷറും ഇല്ല, ഒരു ഉണ്ടേ ഇല്ല. ആ സമയത്താണ് ഇത്രയും അടിപൊളി ഒരു പ്ലെയർ. ലിവിങ്സ്റ്റനെ ഒന്നും കൊച്ചാക്കി കാണേണ്ട. ലിവിങ്സ്റ്റൺ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ഈസ് എ ഡിസ്ട്രക്റ്റീവ് ബാറ്റർ. നമുക്കും തരില്ല. ഇതാണ് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ചോറുണ്ണാൻ വേണ്ടി വിളിക്കും, എന്നാൽ ചോറ് വിളമ്പാൻ പറയുമ്പോൾ ചോറില്ല പറയും. ആ അവസ്ഥ. സോ 15 ഓവർ 200 എത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 208 എന്താ എത്തിയിട്ടുണ്ടായിരുന്നു രാജസ്ഥാൻ. ഞാൻ വിചാരിച്ചു ഡെഫിനറ്റ്ലി ഇത് 270 ക്രോസ് ചെയ്യും, അല്ലെങ്കിൽ 300 വരെ എത്തുന്നത്. റിയാൻ പരാഗും ഫെറാറി അണ്ണനാണ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. റിയാൻ പരാഗ് നല്ല ഫോമിൽ നിൽക്കുമായിരുന്നു. പിന്നെ അവര് വിക്കറ്റ് വെറുതെ വലിച്ചെറിയായിരുന്നു. ശരിക്ക് ആ അഭിഷേക് ശർമ്മയൊക്കെ ഒന്ന് ഫോം ആയിട്ട് വെച്ച് ഇത് പൊട്ടിയുണ്ടാവും. വലിച്ചെറിയായിരുന്നു വിക്കറ്റ്. റിയാൻ പരാഗ് പോയി. ആ സമയത്ത് ജഡേജയും ഫെറാറിയും കൂടി അടിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറെ ടു ഓടുണ്ടായിരുന്നു. ആൻഡ് ജഡേജ എത്ര എണ്ണത്തിനാണ് റൺഔട്ട് ആക്കി വിട്ടത്? എനിക്ക് ആ സമയത്ത് ജഡേജയുടെ വന്നൊരു ദേഷ്യമുണ്ട്. ഈ ചങ്ങായി അടിക്കൂല. പണ്ടത്തെ ജഡേജ ഒന്നും അല്ല. ജഡേജ ഇപ്പം അങ്ങനെ വലിയ അടിക്കലും പിടിക്കലൊന്നും ഇല്ല. ജഡേജയോട് ഭയങ്കര ദേഷ്യം വന്നു. ബർഗറിനെ റൺഔട്ട് ആക്കി, ഫെറാറിയെ റൺഔട്ട് ആക്കി. അതായത് ലാസ്റ്റ് 18-19 ഓവറിലാണ് നിങ്ങൾ കളിക്കുന്നത്. യു കാൺ ഹിറ്റ്, ജസ്റ്റ് റൺ, ഫ്രീക്കിംഗ് റൺ, ഓട്. ഫെറാറി അണ്ണൻ മറ്റേ ഫെറാറി പോലെ ഓടുണ്ടായിരുന്നു. ഈ ചങ്ങായി ഓടണോ വേണ്ടേ എന്നിട്ട് 2 എണ്ണത്തിന് ഔട്ടാക്കി. അത് കഴിഞ്ഞ് ജഡേജ അടിക്കണില്ല. ലാസ്റ്റ് ഓവറിൽ 2-3 റണ്ണാ കിട്ടിയത്. ആൻഡ് ഈ വിക്കറ്റ് പറയുന്നത് ദിസ് ഇസ് വെരി സ്യൂട്ടബിൾ ഫോർ ബാറ്റിംഗ്. ഇവിടുത്തെ ആവറേജ് റൺ തന്നെ 214, 214 എന്തോ ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവന്മാരെ അടിക്കും, പറയാൻ പറ്റില്ല. ആർച്ചർ വാസ് ലൈക്ക് ഗോഡ്. രാജസ്ഥാൻ എനിക്ക് തോന്നുന്നു ദൈവത്തെ പോലെ ഇരുന്ന ആർച്ചർ. ബാറ്റിംഗിൽ അണ്ണൻ ക്ലിക്ക് ആയില്ല, ഫീൽഡിംഗിൽ 2 കിഡു ക്യാച്ച് എടുത്തു ആള്. ഹി വാസ് ലൈക്ക് ഗോഡ്. പിന്നെ രാജസ്ഥാന്റെ ബോളിംഗിന് ഒരു ഗുണമുണ്ട്. ആർച്ചർ, ബർഗർ, മറ്റേ ബ്രിജേഷ് ശർമ്മ, ജഡേജ ബോളിംഗിൽ കിഡു ആയിരുന്നു. 2 ഓവർ 3 ഓവർ കിഡു ആയിട്ടാണ് ആൾ ചെയ്തത്. അത്രയും നേരം ജഡേജയോടുള്ള ദേഷ്യമൊക്കെ ആ സമയത്ത് പോയി. സൺറൈസേഴ്സും ജയിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരുന്നു. കാരണം ഞാൻ നോക്കുമ്പോൾ ഏകദേശം 8-9 ഓവറിൽ അവർ 120 എത്തിക്കഴിഞ്ഞു. പിന്നെ അത് ഓവേഴ്സ് ഉണ്ട്, എന്നാൽ വിക്കറ്റ് ഇല്ല. ആ ഒരു പ്രശ്നത്തിലെത്തി. നിതീഷ് കുമാർ റെഡ്ഡി വന്നിട്ട് സൂപ്പർ ക്യാമിയോ നടത്താൻ നോക്കി, ഒന്നും നടന്നില്ല. ശരിക്കും നോക്കുകയാണെങ്കിൽ രാജസ്ഥാൻ ഈ വിൻ ഡിസേർവ് ചെയ്യുന്നില്ല. സഞ്ജു ആ ടീമിൽ നിന്ന് പോയി. സഞ്ജു ആയിരുന്നു ആ ടീമിന്റെ ഏറ്റവും വലിയ സ്റ്റാർ പ്ലെയർ. ആ പ്ലെയർ പോയിട്ട് റിയാൻ പരാഗ് ക്യാപ്റ്റൻ ആയിട്ട് ആ ടീമിന് ഇവിടം വരെ അവർ എത്തിച്ചു. വലിയ പ്ലെയേഴ്സ് ഒന്നും അവരിലില്ല. ജസ്റ്റ് ഇമാജിൻ. എന്നിട്ട് അവർ പ്ലേ ഓഫിലെത്തി. എലിമിനേറ്ററിൽ ഏറ്റവും ഡിസ്ട്രക്റ്റീവ് ബാറ്റിംഗ് കളിച്ചിട്ടുണ്ടായിരുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഇറങ്ങി പോടാ വണ്ട് തൂക്കി വെളിയിലിട്ടു.
ദാറ്റ് വാസ് നൈസ്. ഇനി അവര് GT ആയിട്ട് കളിയുണ്ട്, അതെനിക്ക് അതും ഇതേ പിച്ചിലാണ് തോന്നുന്നു, ഈ ന്യൂ ചണ്ഡീഗർ അവിടെ വെച്ചിട്ട് തന്നെയാണ് തോന്നുന്നു. അഗൈൻ ബാറ്റിംഗ് ട്രാക്ക് തന്നെയാണ്. പിന്നെ ഇവന്മാരുടെ ബാറ്റിങ്ങിനെ പറ്റി ഒന്നും പറയണ്ടില്ല. സൂര്യവംശി നിന്ന് കഴിഞ്ഞാൽ രാജസ്ഥാൻ ജയിക്കും, അത് ഏകദേശം ഉറപ്പാണ്. കാരണം സൂര്യവംശിക്ക് റബാഡയാണോ, അല്ലെങ്കിൽ നിങ്ങൾ വന്നിട്ട് മറ്റേ മിച്ചൽ ജോൺസൺ ആണോ, മുഹമ്മദ് സിറാജ് ആണോ, റഷീദ് ഖാൻ ആണോ, ഭുവനേശ്വർ കുമാർ, അങ്ങനെയൊന്നുമില്ല. അണ്ണന്റെ ബഡി ഈസ് ടു കിൽ, അണ്ണന്റെ പണി ഈസ് ടു കിൽ ബൗളേഴ്സിനെ കൊല്ലുക. അത് അണ്ണൻ വൃത്തിക്ക് ചെയ്യും. സോ പ്രോപ്പർ സപ്പോർട്ട് ജയ്സ്വാളിന്റെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് വേണമെങ്കിൽ 6 ഓവർ 100ന്റെ മുകളിൽ അടിക്കുക വരും. അത്രയും ഡിസ്ട്രക്റ്റീവ് ബാറ്റേഴ്സ് ആണ്. ആൻഡ് അണ്ണന് പിന്നെ 4 അടിച്ചിട്ടുള്ള ശീലമൊന്നുമില്ല, ഓടിയിട്ടും ശീലമില്ല. 6നോട് പ്രേമം. എന്തെങ്കിലും ഒരു ബുക്ക് എഴുതുമ്പോൾ മറ്റേ സൂര്യവംശി ആൻഡ് 6 ദ അൺടോൾഡ് ലവ് സ്റ്റോറി എന്ന് ടൈറ്റിൽ കൊടുത്താൽ മതി. 10-15 വയസ്സായ ചെറുക്കനാണ്. ഇന്നത്തെ കാലത്ത് ആ പ്രായമുള്ള ഒരു ഗെയിമും കളിച്ച് നടക്കുന്നുണ്ടാവും. യു ഡെഫിനറ്റ്ലി ഡിസേർവ് എവറി അപ്രീസിയേഷൻ. ഹാറ്റ്സ് ഓഫ് ടു യു. സോ ഗുജറാത്തിന് ജയിക്കണം വെച്ചാൽ ഈ വിക്കറ്റ് അവരെടുക്കണം. ജയ്സ്വാളിന് സൂര്യവംശി എടുക്കണം. ജയ്സ്വാൾ പോയല്ലേ നോബഡിക്ക്. സൂര്യവംശി എടുത്തു കഴിഞ്ഞാൽ, കാരണം അവരുടെ ബോളേഴ്സ് പവർ പ്ലേയിൽ നന്നായിട്ട് ബോൾ ചെയ്യും. പക്ഷെ അഹമ്മദാബാദ് അല്ല വിക്കറ്റ്, അത് ആലോചിക്കണം. ആൻഡ് ആ കളി ജയിച്ചവര് ഡയറക്ട്ലി ഫൈനലിലോട്ട് പോകും, RCB ആയിട്ട് കളിക്കും. എനിക്ക് തോന്നുന്നത് അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് കളി. അഹമ്മദാബാദ് പറയുന്ന സാധനം കോട്ട, GTയുടെ കോട്ടയാണ്. അവിടെ വെച്ചൊന്നും അവരെ പൊട്ടിക്കുന്ന അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അങ്ങനെ അവർക്ക് അവിടെ എത്താൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു മാച്ച് കാണാം. ഇല്ലെങ്കിൽ RCB സിമ്പിൾ ആയിട്ട് കപ്പ് തൂക്കിപ്പോ. RCB രണ്ടാമത്തെ വട്ടവും സിമ്പിൾ ആയി കപ്പ് തൂക്കും. ആൻഡ് കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് RCBയോട് എന്താ അത്ര ദേഷ്യം, നിനക്ക് RCBയുടെ കളി കാണുമ്പോൾ കുരു പൊട്ടുണ്ടോ? RCB ഫാൻസ് ഒക്കെ ഡെർമറ്റോളജിസ്റ്റ് ആയോ കുരുപൊട്ടലിന് ട്രീറ്റ് ചെയ്യാനൊക്കെ? നിറയെ കുരുപൊട്ടലുണ്ട്, നല്ല വല്ല ഓയിൻമെന്റ് ഉണ്ടെങ്കിൽ അയച്ചതാ, ഞാൻ അഡ്രസ് തരാം. എനിക്ക് ഇഷ്ടമല്ല RCB സൈഡിനോട് എനിക്കൊരു പ്രശ്നമില്ല. ദ ഫാൻസ് മൈറ്റ് ബി സോ ലോയൽ, ബട്ട് അറ്റ് ദ സെയിം ടൈം ദേ ആർ വെരി ടോക്സിക് പറഞ്ഞാൽ ഒരു ഉണ്ടയില്ല അവർക്ക്. എന്നിട്ട് കടന്ന് കാണിക്കുന്ന തിളപ്പ് കാണാൻ പറ്റില്ല. നമ്മൾ തിളപ്പ് കാണിക്കും, കാരണം നമ്മൾ 5 കപ്പ് ഉണ്ട്. നമ്മൾ മറ്റേ കടല വിൽക്കാൻ പോയിട്ടല്ല 5 കപ്പ് കിട്ടിയിരിക്കുന്നത്. മുംബൈ ഇന്ത്യൻസിന് 5 കപ്പ് ഉണ്ട്, മറ്റേ പപ്പടം വിൽക്കാൻ പോയിട്ട് കിട്ടിയതല്ല. ആദ്യം നിങ്ങൾ ആ ലെവലിലോട്ട് വാ, then you start comparing. ഇത് ഇപ്പോ IPL എൽ ക്ലാസിക്കോ, RCB വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ്, എവിടുന്ന് എന്തുകൊണ്ട് എൽ ക്ലാസിക്കോ തുല്യരായിട്ടുള്ളതാണ്. അതായത് നമ്മൾ മുംബൈ നിങ്ങൾ ആ ലെവലിലോട്ടൊക്കെ വാ. ഒരു തവണ കപ്പടിച്ചു, അടുത്ത തവണ കപ്പടിക്കാൻ പോകുന്നു, കപ്പടിക്കുക, എന്നിട്ട് വായ്ത്താളോട്ട് വാ. അല്ലാതെ ചിലപ്പോൾ ഫൈനലിൽ തോക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് ഓൾ അബൌട്ട് ലക്ക് ആൻഡ് ഹാർഡ് വർക്ക് ഉണ്ട് പറഞ്ഞിട്ട് എപ്പോഴും ലക്ക് തുണയ്ക്കണമെന്നില്ല. ഇറ്റ്സ് ക്രിക്കറ്റ് ബ്രോ. സോ അടുത്ത കളിയായിട്ട് വരാം.